ഈ ബോഡി ഷേമിങ്ങിന്റെ ലീഗൽ വശങ്ങൾ എന്തൊക്കെയാണ്? ബോഡി ഷേമിങ്ങിന്റെ ലീഗൽ വശങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ കുറേ ഉണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായി എനിക്ക് തോന്നിയൊരു കാര്യം വെച്ചാൽ നമ്മൾ ഈ പബ്ലിക് പ്ലാറ്റ്ഫോമിലൊക്കെ വന്നിട്ട് ഒരാളെ ബോഡി ഷെയിം ചെയ്യുമല്ലോ. അതായത് നീ എന്ത് തടിയാനാടാ, നീ നിൻ്റെ ബോഡി കണ്ടിട്ടുണ്ടോ, അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുന്നത് ലീഗലാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടെക്നിക്കലി ഇല്ലീഗലായ ഒരു കാര്യമാണ്. അത് വേണമെങ്കിൽ നമുക്ക് സെക്ഷൻ 356 BNS പ്രകാരം ഡീഫമേഷൻ്റെ പരിധിയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. കാരണം മാനഹാനിയാണ് ടെക്നിക്കലി ചെയ്യുന്നത്. സോ ഈ പബ്ലിക് പ്ലാറ്റ്ഫോമിലൊക്കെ വന്നിട്ട് ഇങ്ങനെ ബോഡി ഷെയിം ചെയ്യുന്നത് ഇല്ലീഗലാണ്. സോ അങ്ങനെയൊക്കെ ആക്ഷൻ എടുത്തു കഴിഞ്ഞാൽ 2 വർഷം വരെയൊക്കെ ജയിലിൽ കിടക്കാവുന്നതാണ്. പക്ഷേ ബോഡി ഷെയിമിങ്ങുമായി ബന്ധപ്പെട്ട് എനിക്ക് തോന്നുന്നില്ല ഇതുവരെ ആരും ഡീഫമേഷൻ്റെ പെർവ്യൂവിൽ കേസ് കൊടുത്തതായിട്ട്. പിന്നെയുള്ളത് സ്ത്രീകൾ ഡൊമസ്റ്റിക് വയലൻസ് ആക്ടിൻ്റെ പരിധിയിൽ കൊണ്ടുവരിക എന്നുള്ള കാര്യമാണ്. ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് പ്രകാരം ഇപ്പോൾ ഈ പറഞ്ഞ ഭർത്താവിൻ്റെ വീട്ടിലുള്ള ആളുകൾ സ്ത്രീകളുടെ ബോഡിയെ പറ്റി വലിയ മോശമായ രീതിയിൽ പറയുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ വേർബൽ ആൻഡ് ഇമോഷണൽ അബ്യൂസിൻ്റെ പരിധിയിലേക്ക് വരാനും ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് പ്രകാരം ഇവർക്കെതിരെ ആക്ഷൻ എടുക്കാൻ സാധിക്കുന്നതാണ്. ഇതാണ് അതിൻ്റെ ലീഗൽ വശങ്ങൾ. പക്ഷേ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്, ഈ ബോഡി ഷെയ്മിങ് മെൻ്റൽ ഹെൽത്തിനെ കാര്യമായ രീതിയിൽ ബാധിക്കുന്ന ഒരു സംഭവം കൂടിയാണ്. കാരണം സ്ത്രീകളായാലും ശരി പുരുഷനായാലും ശരി രണ്ടുപേരെയും ഇത് ബാധിക്കാറുണ്ട്. ലൈക്ക് നമ്മളെ കമൻറ്റ് ബോക്സിന് താഴെ ഒരാൾ വന്ന് നമ്മളെ ബോഡിയെ പറ്റി മോശമായിട്ട് പറയുമ്പോൾ അത് ഉണ്ടാക്കുന്നൊരു ഫീലിംഗ് വളരെ ഡിഫറെൻ്റ് ആണ്. പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് ലീഗൽ ആക്ഷൻ എടുക്കുമ്പോൾ ഉണ്ടാകുന്നൊരു പ്രശ്നം എന്ന് വെച്ചാൽ എവിഡൻസും കാര്യങ്ങളൊക്കെ എന്തായാലും വേണം. രണ്ടാമത്തെ കാര്യം, ഈ ഡിലേയും കാര്യങ്ങളൊക്കെ ആളുകൾ ഭയങ്കരമായ രീതിയിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. ഇൻസ്റ്റൻ്റായിട്ട് ജസ്റ്റിസ് പെട്ടെന്ന് കിട്ടില്ലല്ലോ. സോ അതുകൊണ്ട് ലീഗൽ വശങ്ങൾ ഉണ്ടെങ്കിൽ പോലും അത് എത്രത്തോളം എഫക്റ്റീവ് ആണ് എന്നുള്ള ചോദ്യത്തെപ്പറ്റി നമ്മൾ ചിന്തിക്കേണ്ടതാണ്. പിന്നെ റാഗിങ്ങിൻ്റെ പെർവ്യൂവിലും നമുക്കത് കൊണ്ടുവരാൻ പറ്റും. അതായത് സീനിയേഴ്സ് ജൂനിയേഴ്സിനെ അവരുടെ ബോഡി വെച്ചിട്ട് കളിയാക്കുകയാണെങ്കിൽ അത് റാഗിങ് ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ബിക്കോസ് റാഗിങ്ങിൻ്റെ ഡെഫിനിഷൻ ഭയങ്കര ഹ്യൂജാണ്. UGC പ്രകാരം പറഞ്ഞ പ്രകാരമൊക്കെ നോക്കുകയാണെങ്കിൽ ബോഡി ഷേമിങ് എന്തായാലും റാഗിങ്ങിൻ്റെ പെർവ്യൂവിലും വരും. സോ ലീഗൽ വശങ്ങളുണ്ട്. പക്ഷേ ഇതിൻ്റെ എഫക്റ്റീവ്നെസ്സെ പറ്റി നമ്മളെല്ലാവരും ചിന്തിക്കേണ്ട സമയമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇപ്പം നമ്മളോട് ഒരു വ്യക്തി സ്ഥിരമായി നമ്മളെ ബോഡി ഷെയിം ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകൾ സ്ഥിരമായിട്ട് ബോഡി ഷെയിം ചെയ്യുന്നു, അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ശരിക്കും മാനസികാരോഗ്യത്തെ അത് വല്ലാതെ ബാധിക്കുമല്ലോ. അപ്പോൾ നമ്മുടെ കോൺഫിഡൻസിനെയും ദൈനംദിന ജീവിതത്തെ വരെ ബാധിച്ചേക്കാം. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമുക്ക് ശരിക്കും ഇതിനൊരു തെളിവുണ്ടാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ? അപ്പോൾ അതെങ്ങനെയാണ് കേസിനെ ബാധിക്കുക? തെളിവാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അതായത് എവിഡൻസ് ഇല്ലാതെ അല്ലെങ്കിൽ പ്രൂഫ് ഇല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല. നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ എന്നെ ബോഡി ഷെയിം ചെയ്തു എന്ന് പറഞ്ഞ് ഞാൻ കോടതിയിൽ കേസ് കൊടുത്താലും അതെങ്ങനെ വിജയിക്കും? അത് വിജയിക്കണമെങ്കിൽ എൻ്റെ കയ്യിൽ പ്രോപ്പറായ രീതിയിൽ പ്രൂഫ് ഉണ്ടാവണം. പ്രൂഫ് ഇല്ലാതെ കോടതികൾ നമുക്ക് അനുകൂലമായ രീതിയിൽ ജഡ്ജ്മെൻറ്റ്സും കാര്യങ്ങളൊന്നും തരില്ല. സാക്ഷിമൊഴികളുണ്ട്, അതായത് അതൊക്കെ സമ്മതിച്ചു. പക്ഷേ അതിൻ്റെ ഒക്കെ ഒരു എഫക്റ്റീവ്നെസ് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ടുള്ള എവിഡൻസ് ഉണ്ടോ എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം. സാക്ഷിമൊഴികളും കാര്യങ്ങളൊക്കെ വെച്ച് നമുക്ക് നോക്കാം. പക്ഷേ എന്നാൽ പോലും ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുക ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഡയറക്റ്റ് ആയിട്ടുള്ള എവിഡൻസ് ഉണ്ടോ എന്നുള്ള കാര്യമാണ്. പബ്ലിക് പ്ലാറ്റ്ഫോമിലൊക്കെ ആണെങ്കിൽ ഈസിയാണ്. കമൻറ്റ്സ് ഉണ്ടാവും, പോസ്റ്റുകൾ ഉണ്ടാവും, പല ആളുകളുടെയും വീഡിയോസ് ഉണ്ടാവും. ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വലിയൊരു പ്രൂഫായിട്ട് കാണിക്കാൻ പറ്റും. പക്ഷെ ഒരു പബ്ലിക്കിൽ വെച്ചിട്ട് നമ്മൾ അപമാനിക്കുന്ന സമയത്ത് ആ സമയത്ത് പ്രൂഫ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെയൊക്കെയാണ് കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇനിയിപ്പോൾ വീഡിയോ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാൾ നമ്മളെ ബോഡി ഷെയിം ചെയ്യുന്നത് വീഡിയോ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതും നല്ലൊരു പ്രൂഫ് തന്നെയാണ്. അപ്പം എന്ത് കേസുമായിട്ട് പോകാം, ഇപ്പോൾ ബോഡി ഷെയിമിങ് ആയിക്കോട്ടെ എന്തുമായിക്കോട്ടെ, നമ്മൾ എന്ത് കേസായിട്ട് പോവുകയാണെങ്കിലും നമ്മളെ കയ്യിൽ പ്രോപ്പർ എവിഡൻസ് ഉണ്ടായിരിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വെറുതെ ഒരു ആരോപണമായിട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ പറയുക, ജസ്റ്റിസ് കിട്ടാനുള്ള സാധ്യത വളരെയധികം കുറവാണ്. സോ പ്രൂഫ്, എവിഡൻസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നമ്മൾ ലീഗലി ഇപ്പോൾ ഒരു അഡ്വക്കേറ്റിനെ കണ്ട് സംസാരിച്ച് പോകുന്നതാണെന്നുള്ളത് ഒരു പോലീസ് സ്റ്റേഷൻ കംപ്ലൈൻ്റ് ആയിട്ട് പോകുന്നതാണ്. അതെങ്ങനെയാണ് അതിൻ്റെ ഒരു പ്രോസസ്? ഡിഫമേഷൻ്റെ ഭാരതീയ ന്യായ സംഹിതയുടെ പരിധിയിൽ വരുന്നത് കൊണ്ട് ഒന്നെങ്കിൽ നമുക്ക് സിവിൽ റൂട്ടിലും പോകാം, അല്ലെങ്കിൽ 2 റൂട്ടിലും പോകാം, ക്രിമിനൽ റൂട്ടിലും പോകാം. നിങ്ങൾക്ക് ഡിഫമേഷൻ ഇഷ്യൂ നിങ്ങൾ നേരിടുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പരാതി കൊടുക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഓൺലൈനായിട്ടാണ് ബോഡി ഷെയിം നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പരാതി കൊടുക്കാവുന്നതാണ്. അതിൽ വേറെ കുഴപ്പമൊന്നുമില്ല. ഇനി സിവിൽ റൂട്ടിൽ പോവുകയാണെങ്കിൽ ഒരു അഡ്വക്കേറ്റിനെ കൺസൾട്ട് ചെയ്തിട്ട് അതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നതാണ് നല്ലത്. ഇനി അതിന് മുന്നേ പോലീസിൽ പരാതി കൊടുക്കുന്നതിന് മുന്നേ ഒരു എക്സ്പെർട്ട് അഡ്വൈസ് വേണമെന്നാണ് തോന്നുകയാണെങ്കിൽ ആ സിറ്റുവേഷനിൽ ഒരു അഡ്വക്കേറ്റ് കണ്ടതിന് ശേഷം നിങ്ങൾക്ക് പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുക്കാം. സോ അഡ്വക്കേറ്റിൻ്റെ എന്താ പറയുക സർവീസ് യൂസ് ചെയ്യുന്നത് തന്നെയാണ് നല്ലത് എന്നാണ് ഞാൻ എപ്പോഴും എല്ലാവരോടും പറയാറുള്ളത്. ഇപ്പോൾ അതിനൊരു നഷ്ടപരിഹാരം എന്ന് പറയുന്നത് നമുക്കിപ്പോൾ ആ കേസ് നമ്മൾ വിജയിച്ചാൽ അതെങ്ങനെയായിരിക്കും വരുന്നത്? സിവിൽ റൂട്ടിൽ പോയിട്ട് നമുക്ക് എന്താ പറയുക, നമുക്ക് ഉണ്ടായിട്ടുള്ള മാനഹാനി നമ്മൾ ക്ലെയിം ചെയ്യുമല്ലോ. നഷ്ടപരിഹാരം കിട്ടുന്നതിൽ കുഴപ്പമൊന്നുമില്ല. ഞാൻ പറഞ്ഞില്ലേ ബോഡി ഷെയിമുമായി ബന്ധപ്പെട്ട് കേസുകൾ ഇതുവരെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ സംശയമാണ് എനിക്ക് ഡിഫമേഷൻ്റെ പെർവ്യൂവിൽ. പക്ഷേ സില്ലി കേസാണെന്നുള്ള ഒരു ആക്ച്വലി അത് എന്താ പറയുക, പണ്ട് കാലം മുതലേ ഡിഫമേഷൻ ഒരു ബോഡി ഷെയിമിങ് ഒരു നോർമൽ സംഭവമായിട്ട് കാണുന്നൊരു സമൂഹമാണ് നമ്മളുടേത്. അതായത് വെറുതെ
ഒരാൾ തടിയെ പറ്റി, ഒരാൾ മെലിഞ്ഞിട്ടാണെങ്കിൽ അത് പറ്റി, ഒരാളുടെ കളറിനെ വെച്ചിട്ടൊക്കെ കളിയാക്കുന്ന ഒരു നോർമലൈസ് ചെയ്തൊരു സമൂഹം ആയതുകൊണ്ടാണ് ഈ പ്രശ്നമുള്ളത്. അതുകൊണ്ടാണ് ഇതിൻ്റെ വിക്ടിംസ് എവിടെയും പരാതി കൊടുക്കാത്തത്, അല്ലെങ്കിൽ ഇതിൻ്റെ വിക്ടിംസ് പുറത്തേക്ക് വരാത്തത്. ഇന്നത്തെ കാലത്താണ് ഒരു മാറ്റം സംഭവിക്കുന്നത്. ഈവൻ റീസെൻ്റ് ആയിട്ട് വന്നിട്ടുള്ള പല ജഡ്ജ്മെൻറ്റ്സിലും ബോഡി ഷേമിംഗ് എന്ന് പറയുന്ന ഇഷ്യൂവിനെ ജഡ്ജസ് കൺസിഡർ ചെയ്തിട്ടുണ്ട്, അവരുടെ ജഡ്ജ്മെൻറ്റ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. സോ ഇതൊരു വലിയ ഇഷ്യൂ ആയി വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ഇത് നമ്മളെയാണ് ബാധിക്കുന്നത്. ഈ വിക്ടിംസിൻ്റെ മെൻ്റൽ ഹെൽത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കും നമുക്ക് ചിന്തിക്കുന്നതിന് അപ്പുറമാണ്. ആൾക്കാർക്ക് വെറും ഒരു കളിയാക്കലായിരിക്കാം, പക്ഷെ അപ്പുറത്തുള്ള ആൾ എന്താണത് ഫീൽ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുന്നില്ല. ഫോർ എക്സാമ്പിൾ, നമ്മൾ കുറേ സുഹൃത്തുക്കളുടെ ഇടയിൽ ഇരിക്കുകയാണ്. നമ്മളുടെ സുഹൃത്തുക്കൾ വെച്ചാൽ നമ്മളോട് വളരെ ആത്മബന്ധമുള്ള ആളുകളായിരിക്കും. പക്ഷെ അവർ നമ്മളെ ബോഡി ഷെയിം ചെയ്യുകയാണെങ്കിൽ അവരത് കളി തമാശ ലെവലിലാണ് എടുക്കുന്നെങ്കിൽ പോലും അപ്പുറത്തുള്ള ആൾ അങ്ങനെ എടുക്കണം എന്നില്ല. അയാൾ അനുഭവിക്കുന്ന ആ സംഭവം ഉണ്ടല്ലോ, അത് ശരിക്കും പറഞ്ഞ് ചിന്തിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പം എനിക്ക് പറയാനുള്ളത് ലീഗൽ വശങ്ങളുണ്ട്, പക്ഷേ സൊസൈറ്റി അല്ലെങ്കിൽ നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യം വെച്ചാൽ ബോഡി ഷെയ്മിങ് ഒരു കൂളായ സംഭവമല്ല. അത് നല്ലതല്ല, അതൊരു മോശം പ്രവൃത്തിയാണ്. ആൻഡ് ഈവൻ എനിക്ക് തോന്നുന്നു സ്കൂളുകൾ അത് പഠിപ്പിച്ചു തുടങ്ങേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലേ. അതായത് കുട്ടികൾ വളർന്നു വരുന്ന സമയത്ത് നിങ്ങൾ ഒരാളെ നിറത്തിൻ്റെ പേരിലോ അല്ലെങ്കിൽ അയാളുടെ ബോഡിയുടെ ഫീച്ചേഴ്സിൻ്റെ പേരിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ആയിക്കോട്ടെ ഇങ്ങനെ ബോഡി ഷെയിം ചെയ്യാൻ പാടില്ല, അത് മോശമായ പ്രവൃത്തിയാണ് എന്ന് കുഞ്ഞുനാൾ മുതലേ നമ്മൾ പേരൻസും ടീച്ചേഴ്സും പഠിപ്പിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു വരുന്ന സമൂഹത്തിൽ വലിയൊരു മാറ്റം ഉണ്ടാകാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്. സോ അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇവിടെ വേണ്ടതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുപോലെ നഷ്ടപരിഹാരത്തിൻ്റെ കാര്യത്തിൽ അങ്ങനെ ഏതെങ്കിലും കേസുകൾ എൻ്റെ അറിവിലില്ല. ബോഡി ഷെയ്മിങ്ങുമായി ബന്ധപ്പെട്ട് നഷ്ടപരിഹാരം കൊടുത്തതായിട്ട് എൻ്റെ അറിവിൽ ഇതുവരെ എൻ്റെ റിസർച്ച് പ്രകാരം ഞാൻ കണ്ടിട്ടില്ല. എനിക്ക് തോന്നുന്നില്ല ഉണ്ടായിട്ടുണ്ടെന്നുള്ള കാര്യം. അതിപ്പം ഇനി ഉണ്ടാവാൻ സാധ്യത വളരെയധികം കൂടുതലാണ്.